ബഹുമാന്യരെ, കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 3ാം എഡിഷൻ്റെ 3ാം ദിനമായ ഇന്ന് ഈ സെഷൻ എൻ്റെ നാടക ജീവിതം എന്ന ഈ സെഷനിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് ശ്രീ വി കെ പ്രഭാകരൻ, ശ്രീ തയ്യുള്ളതിൽ രാജൻ. ശ്രീ വി കെ പ്രഭാകരനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ചോമ്പാൽ സ്വദേശിയാണ്. വളരെ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ തന്നെ നാടകരചനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയായിരുന്നു. മാതൃഭൂമിയുടെ ആഴ്ചപ്പതിപ്പിൻ്റെ വിഷു പതിപ്പിൽ ആദ്യമായി അദ്ദേഹത്തിൻ്റെ ഏകാംഗ നാടകം അച്ചടിച്ചു വന്നു. അഭിമുഖം എന്ന നാടകമായിരുന്നു ആദ്യമായി അച്ചടിച്ച് വന്നിരിക്കുന്നത്. ആനുകാലികങ്ങളിൽ ലേഖനങ്ങളും കവിതകളും ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തെരുവ് നാടകങ്ങളും റേഡിയോ നാടകങ്ങളും ഒരുപാട് എഴുതിയിട്ടുള്ള വ്യക്തിത്വമാണ്. നാടക രചനയ്ക്ക് 1991 അബുദാബി ശക്തി അവാർഡും 2014 കേരള സാഹിത്യ അക്കാദമി അവാർഡും നേടിയിട്ടുള്ള വ്യക്തിത്വമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ, ഞാൻ ചുരുക്കി പറയാം, അദ്ദേഹത്തിൻ്റെ കൃതികൾ, ഒരുപാട് നാടകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അരങ്ങ്, വരവിളി, ഇരയും ഇരപിടിയനും, ഘടികാരദിശ, രാത്രിയിലെ അവസാന യാത്രക്കാരൻ എന്നീ നാടക സമാഹാരവും എസ്റ്റേറ്റ് മലയാളൻ എന്ന നാടകവും രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. കഴുകന്മാരുടെ ആകാശം എന്ന നോവലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിലെ നല്ലൊരു കാലഘട്ടം ഈ നാടക രചനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ അർദ്ധമായി സ്വാഗതം ആശംസിക്കുക. മറ്റൊരു വ്യക്തിത്വം നമ്മുടെ മുമ്പിലിരിക്കുന്നത് തയ്യുള്ളതിൽ രാജേട്ടനാണ്. ഞാൻ അദ്ദേഹം ഈ വടകരയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. ഏകദേശം തൻ്റെ ജീവിതത്തിൻ്റെ 50 വർഷത്തിലധികം കാലം നാടക രചനയുമായി അദ്ദേഹം ബന്ധപ്പെട്ടു പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ നാടകരചനയും അഭിനയവും അദ്ദേഹം ഒരുമിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന നാടകങ്ങൾ ഏഴാം കടൽ, ഉപസർഗം, പൂമാതൈ പൊന്നമ്മ, വടക്കൻ പാട്ടിനെ ആസ്പദമാക്കി രചിച്ച ഒരു നാടകമാണ് പൂമാതൈ പൊന്നമ്മ, പുരാവൃത്തം, എതിർപ്പാട്ട്, വരിക്കപ്പിലാവ്, നിർവ്വാണം. ഇതിൽ നിർവ്വാണം ഈ അടുത്ത ദിവസങ്ങളിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പിൽ ഒരു ബുക്കായി പ്രസിദ്ധീകരിക്കുകയും 6 ഭാഷകളിൽ ആ നാടകങ്ങൾ രചിച്ച ഒരു ബുക്കായി ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ പതിപ്പിൻ്റെ ഹിന്ദി പതിപ്പ് ഇപ്പോൾ ഡൽഹിയിൽ പ്രകാശനം ചെയ്യാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഞാൻ കൂടുതൽ എൻ്റെ സ്വാഗത പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഈ ചടങ്ങിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട തയ്യുള്ളതിൽ രാജേട്ടനെയും ഞാൻ ഈ പരിപാടിക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ നന്ദി രേഖപ്പെടുത്തുന്നത് ETK ഇസ്മയിലാണ്. ഞാൻ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും നാട്ടുകാരെയും സഹോദരീ സഹോദരന്മാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറുവാക്ക് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നാടകം നമുക്കെപ്പോഴും പ്രിയപ്പെട്ട, ഒരുപക്ഷെ ഏറ്റവും പ്രിയപ്പെട്ട കലാരൂപമാണ്. അതുകൊണ്ടാണ് ഈ അസമയത്ത് പോലും വേദിയിലും ഉള്ള ഞങ്ങൾക്ക് പുറമേ സദസ്സിൽ ഇത്രയേറെ ആളുകൾ കാത്തു നിൽക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വടകരയ്ക്ക് വളരെ മഹത്തായ ഒരു നാടക പാരമ്പര്യമുണ്ട്. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മുഴുവനുണ്ട്. വടകരയിലും വളരെ പ്രധാനപ്പെട്ട, ഏറെ ശ്രദ്ധേയമായ നാടക പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ആ നാടകകൃത്തുക്കളുടെ ജീവിത കഥകൾ ഡോക്ടർ കെ ശ്രീകുമാർ അരങ്ങ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വടകരയിലാകട്ടെ ഈയിടെ
കോഴിക്കോട് നൗറ ബുക്സ് അടുത്ത ബെല്ലോടുകൂടി എന്ന ഒരു നാടക പ്രവർത്തകരുടെ അനുഭവങ്ങളുടെ ഒരു ഗ്രന്ഥവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പൊതുവെ നമ്മൾ നാടകത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു കാലത്താണ് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നാടകത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച ഇവിടെ സംഘടിപ്പിച്ചത്. അതിൽ നമ്മുടെ പ്രിയപ്പെട്ട VK പ്രഭാകരൻ്റെ നാടക ജീവിതം എന്നാണ് നമ്മൾ വിഷയമായി സ്വീകരിച്ചിട്ടുള്ളത്. നാടക ജീവിതം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് നാടകത്തിലേക്കുള്ള താല്പര്യം ഉണ്ടാവുകയും നാടകത്തിൽ മുഴുകുകയും അതിൽ അദ്ദേഹം നേട്ടങ്ങൾ കൈവരിക്കുകയും അങ്ങ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് വന്നതുകൊണ്ടാണല്ലോ നമ്മൾ പ്രഭാകരനെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതും അദ്ദേഹത്തിൻ്റെ നാടക ജീവിതത്തെക്കുറിച്ച് അറിയാൻ താല്പര്യം കാണിച്ചതും. ഞാൻ ആദ്യം പ്രഭാകരനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് പഠനകാലം ഉൾപ്പെടെയുള്ള നാടക ആസ്വാദനത്തിൻ്റെ നാടകം കണ്ട് ശീലിച്ച കാര്യങ്ങൾ എങ്ങനെ തൻ്റെ നാടക ജീവിതത്തെ നാടകബോധത്തെ സ്വാധീനിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഗുരുസ്ഥാനീയനായ ശ്രീ തയ്യുള്ളതിൽ രാജേട്ടൻ ഇപ്പോൾ എന്നോട് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ആദ്യകാല നാടക പ്രവർത്തനത്തെക്കുറിച്ചും നാടക പരിചയത്തെക്കുറിച്ചും. ഞാൻ ഒരു വടകരയ്ക്കും മാഹിക്കും ഇടയിലുള്ള ചോമ്പാല എന്ന് പറയുന്ന ഒരു കടലോര ഗ്രാമത്തിലാണ് ജനിച്ചത്. അവിടെ ഒരുപാട് ക്ഷേത്രങ്ങൾ, അമ്പലങ്ങളിൽ ഇവിടെയൊക്കെ തെയ്യങ്ങളുണ്ടാവും. ഈ തെയ്യങ്ങൾ പലതും നാടകത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. എൻ്റെ അവിടെ ആവിക്കര ക്ഷേത്രത്തിലെ കുറേ തെയ്യങ്ങൾ, അത് നമ്മുടെ ഇടയിൽ ജീവിച്ച ഒരാൾ പെട്ടെന്ന് മിത്തായി മാറുന്ന പല സംഭവങ്ങളും ഞാനവിടെ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് അവിടെ ഒരു പാറുത്തറ എന്ന് പറയുന്നൊരു തെയ്യമുണ്ട്. അത് അടുത്ത കാലത്ത് എൻ്റെ അമ്മയുടെയൊക്കെ പ്രായമുള്ള പാറു എന്ന് പറയുന്ന ഒരു സ്ത്രീ ഭർത്തൃ വീട്ടിലെ പീഡനം കാരണം ആത്മഹത്യ ചെയ്യുകയും പിന്നീട് ആ ഭർത്താവിൻ്റെ വീട്ടിലുള്ള പലർക്കും ഇവർ പ്രേതമായി വന്ന് അവരെ പിടികൂടുകയും ചെയ്യുന്ന ഒരു ഉണ്ട്. അങ്ങനെ ഇവരെ എന്തൊക്കെയോ ഇതെല്ലാം നടത്തി ഈ ആവിക്കര ക്ഷേത്രത്തിൽ ഒരു തെയ്യായി പ്രതിഷ്ഠിക്കുകയും ഈ എല്ലാ കൊല്ലവും ഈ പാറുവിൻ്റെ തെറ ഇവിടെ ഉണ്ടാവും. അപ്പം ആ പാറുവിൻ്റെ കൂടെ ജീവിച്ച ആൾക്കാർ തന്നെയാണ് ഈ പാറു തെയ്യമായിട്ട് വന്നിട്ട് പിന്നെ തെയ്യത്തിൻ്റെ താള ചലനങ്ങളോടുകൂടി ഈ ജനങ്ങളുമായിട്ട് സംവദിക്കുന്നത്. അപ്പം പാറു എപ്പോഴും പറയുന്ന ഒരു പാറുവിൻ്റെ തെയ്യം പറയുന്ന ഒരു വാക്കുണ്ട്, എന്നെ കൊണ്ട് പിടിച്ച പാട് മറ്റാരെ കൊണ്ടും പിടിക്കരു മക്കളെ. അതാണ്, എന്നെ കൊണ്ട് പിടിച്ച പാട് മറ്റാരെ കൊണ്ടും പിടിക്കരുത് മക്കളെ. അതായത് ഞാൻ അത്രയും പീഡനം സഹിച്ച് എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അത് നിങ്ങളാരും മറ്റാർക്കും അത്തരം ഒരു അനുഭവം ഉണ്ടാക്കരുത് എന്നാണ്. ഇത് ഞാൻ വളരെ ചെറുപ്പത്തിൽ ഈ കാണുന്ന ഒരു തെയ്യാണ്. അത് നമ്മുടെ ഇടയിൽ ജീവിച്ച ഒരു സ്ത്രീ പെട്ടെന്ന് തെയ്യാവുകയും അവർ നമ്മളോട് തെയ്യത്തിൻ്റെ രൂപത്തിൽ സംവദിക്കുകയും ചെയ്യുമ്പോൾ ആശയവിനിമയത്തിൻ്റെ ഒരു ഉയർന്ന ഒരു തലമാണ് ഉണ്ടാകുന്നത്. ഇതുപോലെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഹാർബർ, ഞാൻ ചോമ്പാൽ ഹാർബറിലാണ് എൻ്റെ വീട്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ഒരു ഗർഭിണിയുടെ തെയ്യമുണ്ട്. ഒരു ഗർഭിണി സ്ത്രീ, പ്രസവവേദന, ഇതൊക്കെ ആ തെയ്യം അഭിനയിച്ച് കാണിക്കും. അത് അത്രയും തന്മയത്വമുള്ള അഭിനയമാണ്. അതൊരു തെയ്യത്തിൻ്റെ അഭിനയത്തിലൂടെ ഒരു ഗർഭിണിയായ സ്ത്രീയുടെ പീഡനങ്ങൾ, വേദനകൾ,
പ്രയാസങ്ങൾ ഒക്കെ ഈ തെയ്യം കെട്ടിയ ആൾ അഭിനയിച്ച് കാണിക്കും. ഇതൊക്കെ ഇങ്ങനെയുള്ള കുറേ തെയ്യങ്ങൾ അതുപോലെ എൻ്റെ വീടിൻ്റെ കുറച്ച് കിഴക്ക് ഭാഗത്ത് ഒഞ്ചിയത്താണ് മലോൽ എന്ന് പറയുന്ന സ്ഥലം. അവിടെ മലോല കുട്ടിച്ചാത്തൻ, അതൊക്കെ ഈ ആളുകൾ, നമ്മുടെ ഇടയിൽ ജീവിച്ച ആളുകൾ നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് കഥാപാത്രങ്ങളായി മാറുന്ന ഒരു ഇതാണ്. ഇത് എൻ്റെ നാടക ജീവിതത്തിൽ, എൻ്റെ ചെറുപ്പത്തിലൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ച ഇതാണ്. അതിന് പുറമേ എൻ്റെ അവിടെ ഒരു CSI പള്ളിയുണ്ട്. ഈ CSI പള്ളിയിൽ സൺഡേ ക്ലാസ് ഉണ്ടാവും. ഞാൻ വെറുതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഈ പള്ളിയുടെ ചുറ്റുമുള്ള വലിയ കോമ്പൗണ്ടിൽ കളിക്കാൻ എന്നുള്ള താല്പര്യം കൊണ്ട് ഈ സൺഡേ സ്കൂളിൽ പോകും. അപ്പോൾ ഈ സൺഡേ സ്കൂളിൽ ഒരു പരിപാടിയുണ്ട്. അത് ക്രിസ്മസിനോടനുബന്ധിച്ച് ക്രിസ്മസ് ട്രീയും മറ്റേ ക്രിസ്മസ് സ്റ്റാറും ഒക്കെ തൂക്കി അലങ്കരിച്ച ഒരു വലിയ വേദിയിൽ ഈ ക്രിസ്തുവിൻ്റെ മഹത്വം പറയുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ പരിപാടിക്കിടയിൽ സദസ്സിലിരിക്കുന്ന കുട്ടികൾ ഓരോ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ വിളിച്ചു പറയും. അതൊരു ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ നമ്പർ എഴുതിയ ഓരോ തുണ്ട് കടലാസ് ഈ കുട്ടികളുടെ ഇടയിൽ വിതരണം ചെയ്യും. അവരത് ബൈഹാർട്ട് പഠിച്ച് അവരുടെ ഊഴത്തിനനുസരിച്ച് വിളിച്ചു പറയുന്നത്. അതൊരു നാടകമാണത്. അത് ക്രിസ്തുവിൻ്റെ ജീവിതം പിന്നെ ഈ സദസ്യരും ഈ രണ്ട് മുതിർന്ന ആളുകളും കൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നാടകത്തിൻ്റെ അടിസ്ഥാന അല്ലെങ്കിൽ വളക്കൂറുള്ളൊരു മണ്ണാക്കി എൻ്റെ മനസ്സിനെ മാറ്റിയത്. അതിൽ പുറമേ എൻ്റെ നാട്ടിൽ ഇഷ്ടം പോലെ കലാസമിതികളും ഒക്കെ ഉണ്ട്. അവരൊക്കെ കളിക്കുന്ന നാടകങ്ങൾ. എൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ, അയാൾ ഒരു നാടക പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കതിരു കാണാക്കിളി എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഒരു 4, 5, 6 വയസ്സുള്ള സമയത്ത് പൊൻകുന്നം വർക്കീൻ്റെ അങ്ങനെ ഒരു നാടകമാണ്. അത് ഇവർ ചെറിയ വ്യത്യാസം വരുത്തി പൊൻകുന്നം വർക്കിയുടെ കരണിയാത്ത വഞ്ചി എന്നുള്ള നാടകം കതിര് കാണാക്കിളി എന്ന പേര് മാറ്റിയിട്ട് അവർ കളിച്ചത് എനിക്ക് ഓർമ്മിക്കും. ഞാൻ ഏറ്റവും ആദ്യം കണ്ട ഒരു നാടകമാണ് അത്. എനിക്ക് ഭയങ്കര സ്വാധീനം ഉണ്ടാക്കി. കാരണം എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഉള്ള ആളുകൾ, എൻ്റെ മുക്കാളി ടൗണിൽ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ, അവരൊക്കെയാണ് അതിൽ അഭിനയിക്കുന്നത്. അത് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ഡെയിലി കാണുന്ന കമ്പോഡർ ഗോവിന്ദനും പീറ്റർ സുകുമാരനും മറ്റേ പാറാമല ദിവാകരൻ, അങ്ങനെയുള്ള കുറേ ആൾക്കാർ, അവരൊക്കെ ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളായി നമ്മുടെ മുമ്പിൽ വന്ന് ഓരോ പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് പകർന്നു തരുമ്പം അത് ഒരു വലിയ സ്വാധീനമായിരുന്നു. അതിന് പുറമെ എൻ്റെ നാട്ടിലൊരു നാടകക്കാരൻ എഡ്വേർഡ് മോഹൻദാസ് എന്ന് പറയുന്നത്, അദ്ദേഹത്തെ നാടകം കണ്ടിട്ടാണ് ഞാനൊക്കെ വലുതായത്. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം നാടകമല്ല, സിനിമയാണ് എടുക്കുന്നത്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എത്രയോ സിനിമകൾ അയാൾ എടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് മോഹൻദാസിനെ അറിഞ്ഞോളൂ. അത് എത്ര ആൾ കാണുന്നുണ്ട് എന്നൊന്നും മോഹൻദാസിനൊരു പ്രശ്നമല്ല. പക്ഷേ അയാൾ 4, 5 സിനിമ എടുത്തിട്ടുണ്ട്. എൻ്റെ നാട്ടുകാർക്കെല്ലാം അറിയാം. അവർ ആ സിനിമ പ്രദർശിപ്പിക്കുന്നത് മുമ്പ് തന്നെയാണ്. പ്രൊജക്ടർ വാടകയൊക്കെ എടുത്ത് ഓരോ തെരുവ് മൂലകളിലൊക്കെ ഇത് ഇങ്ങനെ കളിക്കും. അപ്പോൾ ഈ മോഹനെയൊക്കെ പിന്തുടർന്നിട്ടാണ് ഞാനെല്ലാം ഈ നാടകരംഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഈ രംഗത്ത് അവതരിപ്പിക്കുന്ന നാടകങ്ങളെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാറുണ്ടായിട്ടില്ല. അതൊരു സാഹിത്യ രൂപം എന്നുള്ള നിലയ്ക്ക് ആണ് നാടകത്തിനെ ഞാൻ കണ്ടിരുന്നത്. ഇപ്പോൾ കേവലം ഒരു കൗതുകം വളർന്നു വരികയും ആവിഷ്കാരം നടത്താതെ വയ്യ എന്ന് തോന്നുമ്പോഴാണല്ലോ ഒരാൾ സർഗസൃഷ്ടിയിൽ ഏർപ്പെടുക. അപ്പോൾ നേരത്തെ പ്രഭാകരൻ പരാമർശിച്ച നിരവധി നാടകങ്ങൾ, അവിടെയുള്ള കഥാപാത്രങ്ങൾ, അവർ സൃഷ്ടിച്ച നാടകങ്ങൾ എല്ലാം കണ്ട് നാടകരചനയിലേക്ക് ഏർപ്പെടാൻ, നാടകരചന ആരംഭിക്കാൻ പ്രേരിപ്പിച്ച പ്രത്യേക ഘടകങ്ങൾ എന്തെങ്കിലുമുണ്ടോ?
നാടകരചന ഞാൻ ആദ്യം അപൂർവം ചില ചെറുകഥകൾ എഴുതിയിരുന്നു. ഇപ്പം മാതൃഭൂമിയുടെ സാഹിത്യ മത്സരത്തിൽ ഞാൻ ഈ ചെറുകഥ 2 വർഷം തുടർച്ചയായിട്ട് അയച്ചു. അത് ആരും ശ്രദ്ധിച്ചില്ല. പിന്നെ വായിച്ച ആളുകളൊക്കെ അതിനെപ്പറ്റി വളരെ മോശം അഭിപ്രായം പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഈ ഈ മാതൃഭൂമിയുടെ സാഹിത്യ മത്സരത്തിൽ പങ്കെടുക്കാൻ സമ്മാനിതമാകാൻ എന്താ വഴിയെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ആൾക്കാർ കുറഞ്ഞ ഒരു ശാഖ നാടകമാണ്. അങ്ങനെ ആയിടെ ഞാൻ വായിച്ച ഒരു പുസ്തകം കാളിദാസൻ ഒരു പഠനം, സുധാംശു ചതുർവേദി എന്ന് പറയുന്ന ഒരു മലയാളിയായി മാറിയ ഒരു ഹിന്ദിക്കാരൻ എഴുതിയതാണ്. അപ്പോൾ അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് ഐഡിയകളുണ്ട്. കാളിദാസൻ എന്ന് പറയുന്ന ആ മഹാപ്രതിഭയെക്കുറിച്ച് എനിക്ക് ഒരുപാട് അറിവ് കിട്ടിയതായിട്ട് എനിക്കൊരു തോന്നലുണ്ട്. അങ്ങനെയാണ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ മാതൃഭൂമിയിൽ സമ്മാനം കിട്ടിയ അഭിമുഖം എന്ന നാടകം എഴുതുന്നത്. അത് ആ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അതിന് മാതൃഭൂമിയുടെ ജഡ്ജസ്, അത് ഏറ്റവും പ്രഗത്ഭരായ ആളുകളായിരുന്നു. അവർക്ക് അത് വായിച്ചപ്പോൾ അതിൽ എന്തോ പുതുമയുണ്ട്, അതിലൊരു നാടകമുണ്ട് എന്ന് തോന്നുകയും അത് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കുകയും എനിക്ക് മൂന്നാം സമ്മാനമാണ് കിട്ടിയത്. 1ാം സമ്മാനം കിട്ടിയത് ആളെ പേരെനിക്കിപ്പോൾ ഓർമ്മയില്ല, ഒരു അശോകൻ എന്നങ്ങാൻ പറഞ്ഞ ആളാണ്. പക്ഷേ ഞാൻ പിന്നെ അയാളെ പറ്റി കേട്ടില്ല. 2ാം സമ്മാനം കിട്ടിയത് TV കൊച്ചുബാവ എന്ന് പറഞ്ഞ് പിന്നീട് വളരെ പ്രശസ്തനായ കഥാകൃത്തും നോവലിസ്റ്റൊക്കെ ആയിട്ടുള്ള TV കൊച്ചുബാവ. 3ാം സമ്മാനമാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ആ 3ാം സമ്മാനം എനിക്ക് ഭയങ്കര ഒരു ആത്മവിശ്വാസം തോന്നി. എൻ്റെ ഫീൽഡ് എനിക്ക് മറ്റെന്ത് എഴുതിയാലും പിന്നെ നന്നാകുക ഈ നാടകമാണ് മനസ്സിലാക്കുകയും ഞാൻ പിന്നീട് സ്ഥിരമായിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് നാടകങ്ങൾ, ചില ആശയങ്ങൾ, അന്ന് എനിക്ക് പ്രത്യേക ഒരു ആശയമൊന്നുമില്ല പറയാൻ, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ചില കഥകൾ പറയണം, അതിനുള്ളൊരു മാധ്യമമായി നാടകത്തിനെ കാണുകയില്ല. പിന്നീടാണ് എനിക്ക് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉണ്ടാകുകയും രാഷ്ട്രീയ പ്രവർത്തകനായി ഞാൻ മാറുകയും ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ നാടകം കളിച്ചിട്ടുണ്ടാവുക രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലാണ്. നിങ്ങളുടെ എല്ലാം ഓർമ്മയിൽ ഉണ്ടാവും അടിയന്തരാവസ്ഥ കാലത്ത്. അതിലേക്ക് ഞാൻ ചോദിക്കാം, അതിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ പ്രഭാകരനോടെ സൂചിപ്പിച്ചത് മാതൃഭൂമി പോലെ ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഒരു നാടക രചനാ മത്സരത്തിൽ സമ്മാനം കിട്ടി എന്നാണ്. പിന്നീട് വടകരക്കാർ പ്രഭാകരൻ്റെ മുഖ്യമായ ഒരു നാടകം കാണുന്നത് ഈ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ്. ജെറാൾഡ് സ്നേഹത്തിൻ്റെ വെളിപാട് എന്ന നാടകം. അതൊരു മത്സരത്തിൽ അവതരിപ്പിച്ചതാണ് ഇവിടെ. അതിൻ്റെ പ്രവർത്തകന്മാർ പലരും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. രാജഗോപാലൻ കാരപ്പറ്റ അത് സംവിധാനം ചെയ്ത ആളാണ്. പല നടീനന്മാരും ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതൊരു കുതിച്ചു ചാട്ടമായിരുന്നു. പ്രഭാകരൻ്റെ നാടക പ്രവർത്തനത്തിലെ ഒരു വലിയ കുതിച്ചു ചാട്ടം ആയിരുന്നു വാസ്തവത്തിൽ ജെറാൾഡ് സ്നേഹത്തിൻ്റെ വെളിപാട് എന്ന നാടകം. ആ നാടകത്തിൻ്റെ രചനയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തെങ്കിലും പങ്കുവെക്കാം? ജെറാൾഡ് സ്നേഹത്തിൻ്റെ വെളിപാട് ബൈബിളിൽ റിവീലേഷൻ, യോഹന്നാനുണ്ടായ വെളിപാട് എന്നൊരു ഭാഗമുണ്ട്. അത് പൊതുവേ പിന്നെ ആളുകൾ വായിക്കാൻ അത്ര ഇഷ്ടപ്പെടാത്തൊരു ബൈബിൾ ഭാഗമാണ്. പക്ഷേ ഈ ചെറിയ വയസ്സിലെ സൺഡേ സ്കൂളിൽ പോവുകയും ഈ ബൈബിളിലെ കാര്യങ്ങളും കഥകളും ഒക്കെ മനസ്സിലാക്കുകയും ചെയ്ത എൻ്റെ മനസ്സിൽ ആ വെളിപാട് പുസ്തകം, അത് കുറേ മുദ്രകൾ ഇങ്ങനെ ഒന്നൊന്നായി ഉടയുകയും ഓരോ മുദ്രയും ഓരോ പ്രതീകങ്ങളായി വളരുകയൊക്കെ ചെയ്യുന്ന ലോകത്ത് സംഭവിച്ചതും ഇനി സംഭവിക്കാനിരിക്കുന്നതും ആയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്നാണ്. അപ്പം ഈ ജെറാൾഡ് സ്നേഹം എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലെ പള്ളിയിലെ കപ്പ്യറാണ്. അപ്പോൾ ഇയാൾക്ക് ഒരു ദിവസം ഇയാളും പള്ളിയിലച്ഛനും കൂടി രാത്രി പോകുമ്പോൾ, ഇദ്ദേഹം പള്ളിയിലച്ഛനൊന്ന് പേടിപ്പിച്ചതാണെന്ന് പിന്നീട് എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഈ ശ്മശാനത്തിൻ്റെ അടുത്ത് വെച്ചിട്ട്
ഓമന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അവളെ പ്രേതം ഇയാൾക്ക് കൂടുകയും ഈ കപ്പ്യറായ ജെറാൾഡ് സോറി അയാളെ ശരിയായ പേര് റെജിനോൾഡ് സ്നേഹം എന്നാണ്, അത് ഞാൻ മാറ്റിയതാണ്, ജെറാൾഡ് സ്നേഹം എന്നാണ്. ഇപ്പം പള്ളിയിലച്ഛനെ ഇയാൾ ഭയങ്കര ചീത്ത, നീ അങ്ങനെ ചെയ്യുന്നവനാണ്, ഇങ്ങനെയാണ്, നിനക്ക് ഈ ഇടവകയിലെ ഒരാളെയും അറിഞ്ഞുകൂടാന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പം പള്ളിയിലച്ഛനാകെ ബേജാറായിപ്പോയി. അപ്പം റെജി ഇങ്ങനെ ശ്മശാനത്തിൻ്റെ മലന്ന് കിടന്നിട്ട് ഇയാളെ ഇങ്ങനെ ചീത്ത പറയുന്നത് അടുത്ത വീട്ടിലെ ആൾക്കാരെല്ലാം വന്ന് കാണുകയും, അപ്പോൾ അത് കണ്ടപ്പം റെജിനോൾഡിൻ്റെ ചീത്ത പറച്ചിൽ കുറച്ച് ശക്തമായി. അപ്പോൾ ആ ഒരു സംഭവം ആണ് ഈ ജെറാൾഡ് സ്നേഹത്തിൻ്റെ വെളിപാട് എന്നൊരു നാടകത്തിലേക്ക് എന്നെ നയിക്കുന്നത്. അത് ഈ ബൈബിളിലെ യോഹന്നാനുണ്ടായ വെളിപാട് എന്ന ആ ഭാഗത്തിൻ്റെ മുദ്രകൾ ഓരോന്നായി ഉടയുന്നതും അതിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പുറത്തു വരുന്നതും ആയിട്ടുള്ള ഇതാണ്. അതാണ് അത് അവതരിപ്പിച്ചത് ഇവിടെ വടകര മുനിസിപ്പാലിറ്റിയുടെ 25ാം വാർഷികം പ്രമാണിച്ച് ഇവിടെ ഒരു എക്സിബിഷൻ നടന്നു നാരായണനഗർ. ആ എക്സിബിഷനിൽ ഒരു നാടക മത്സരം അവർ അനൗൺസ് ചെയ്യുക. ആ നാടക മത്സരത്തിൽ ഞാൻ സംവിധായകനായ എൻ്റെ സുഹൃത്ത് രാജഗോപാലൻ കാരപ്പറ്റിയോട് ഈ നാടകത്തിനെക്കുറിച്ച് സംസാരിക്കുകയും അത് എന്തായാലും നമുക്ക് അവതരിപ്പിക്കണമെന്ന് രാജഗോപാലൻ പറയുകയും ചെയ്ത് രാജഗോപാലൻ്റെ ഭാര്യ വീട്ടിലെ വരാന്തയിൽ ഇരുന്ന് ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങൾ എഴുതി തീർത്തതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രഭാകരൻ്റെ അതിശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ പ്രകടമാവുകയാണ്. അത് അദ്ദേഹം നാടകത്തിൽ ശക്തിയായി ആവിഷ്കരിക്കുകയാണ്. അതാണ് പ്രഭാകരനെ ഒരു വ്യത്യസ്തനായ നാടകകൃത്താക്കിയത്. സത്യം പറഞ്ഞാൽ ആ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടുകൂടിയാണ് ഈ ഒരു വേദിയിൽ നമ്മൾ പ്രഭാകരനോട് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത് പോലും. തീവ്ര ഇടതുപക്ഷ വക്താവായി മാറുകയും ജയിൽവാസം അടക്കമുള്ള ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുകയും ചെയ്ത ആളാണ് പ്രഭാകരൻ. അപ്പോഴൊന്നും ഈ ആശയം, ഇടതുപക്ഷ ആശയം അദ്ദേഹം കൈവിടുകയുണ്ടായിട്ടില്ല. അതിലേക്ക് എത്തിപ്പെട്ട പ്രത്യേക സാഹചര്യങ്ങൾ, അവിടെയുണ്ടായിരുന്ന ചില തിക്ത അനുഭവങ്ങൾ ഒക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞാൻ എൻ്റെ കുടുംബ പശ്ചാത്തലം ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അതാണ്. എൻ്റെ ചോമ്പാലിലെ ആൾക്കാർ അറിയാം, ചോമ്പാലിലെ ഏറ്റവും വലിയ പാർട്ടി ഒരു കാലത്ത് സോഷ്യലിസ്റ്റ് പാർട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്തേട്ടൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവായിരുന്നു. അദ്ദേഹം എൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയൊക്കെ ആയിരുന്നു. അപ്പം ഏട്ടൻ്റെ നേതൃത്വത്തിൽ എപ്പോഴും രാഷ്ട്രീയ ചർച്ചകൾ അടുത്ത വീട്ടുകാരും ഒക്കെ ആയിട്ട് നടക്കും. അങ്ങനെയാണ് എൻ്റെ മനസ്സിലെ രാഷ്ട്രീയം വളർന്ന് വലുതായത്. പിന്നീട് ഞാൻ കോളേജിലെത്തിയപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി പരിചയപ്പെടുന്നത്. അതിന് ഒരു പ്രധാന കാരണം, അന്ന് വരെ എൻ്റെ വീട്ടിലെ ഒരു അഭിപ്രായം അനുസരിച്ച് കമ്മ്യൂണിസ്റ്റുകാരെന്തോ ഒരു രണ്ടാം തരം പൗരന്മാരാണ്, അവർ വളരെ അക്രമകാരികളാണ് എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചപ്പോഴാണ് എനിക്ക് അത് വലിയ മനസ്സുള്ള ആളുകളുടെ ഒരു സംഘമാണെന്ന് മനസ്സിലാകുന്നത്. ഞാൻ കമ്മ്യൂണിസത്തിനോട് അടുക്കുകയും, പക്ഷേ ഞാൻ മനസ്സിലാക്കിയ കമ്മ്യൂണിസം അല്ല അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതെന്ന് മനസ്സിലാക്കുകയും, പിന്നീട് സ്വാഭാവികമായും ഞാൻ പ്രീ ഡിഗ്രി 1ാം വർഷ പ്രീ ഡിഗ്രിക്ക് ഇപ്പോൾ പഠിക്കുമ്പോൾ മടപ്പള്ളി കോളേജിൽ അന്നത്തെ അന്തരീക്ഷത്തിൽ ഞാൻ CPI-ML പ്രസ്ഥാനവുമായി ബന്ധപ്പെടുകയും അതിൻ്റെ ഒരു സജീവ പ്രവർത്തകനാകുകയും എല്ലാം ചെയ്തു. അപ്പം അതിലുള്ള കുറേ അനുഭവം, അതിലേക്ക് നാടകം അപ്പാട് മാറ്റാൻ പറ്റിയിട്ടില്ല. പക്ഷേ ക്രമേണ ഞാൻ നാടക പ്രവർത്തനമൊക്കെ നിർത്തി രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് ഞാൻ കളിച്ച ഏറ്റവും വലിയ നാടകം അടിയന്തരാവസ്ഥ കാലത്ത് കായണ്ണ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കളിച്ചതാണ്. അത് പിന്നെ
എൻ്റെ അഭിപ്രായത്തിൽ അതൊരു ഹാപ്പനിങ് തിയേറ്റർ വിഭാഗത്തിൽ പെടുന്നൊരു നാടകമാണ്. ഞങ്ങൾ 13 ചെറുപ്പക്കാർ പോയി ബോംബും പിന്നെ ബോംബ് എന്ന് പറഞ്ഞാൽ നാടൻ ബോംബ് പിന്നെ കുറച്ച് ഇരുമ്പ് പൊടിയൊക്കെ ആയി പോയി പോലീസുകാർ അടിക്കുകയും അവരടുത്ത് നിന്ന് 2 തോക്ക് എടുത്ത് പിന്നെ പോവുകയും എല്ലാം ചെയ്തു. പക്ഷെ അത് ആ നാടകത്തിൻ്റെ എഫക്റ്റ് പിന്നെ ഞാൻ 2.5 വർഷത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. കക്കയം ക്യാമ്പ്, മാലൂർക്കുന്ന് ക്യാമ്പ്, ഇവിടെയൊക്കെ ഏതാണ്ട് 1.5-2 മാസത്തോളം രേഖയില്ലാത്ത തടവുകാരനായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പിന്നീട് ഞാൻ ജയിലിൽ നിന്നൊക്കെ കേസ് വെറുതെ വിട്ടു. കേസിലെ എല്ലാ ആൾക്കാരെയും കോടതി വെറുതെ വിടുകയും. അപ്പോൾ അങ്ങനെ ഞാൻ പുറത്ത് വന്നപ്പോൾ ഞാൻ അന്ന് സാംസ്കാരിക വേദിയുടെ പിന്നെ പ്രവർത്തകനായിട്ട് മാറുകയാണ്. അപ്പം എനിക്കന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരാൾ, മാതൃഭൂമിയിൽ നാടകത്തിന് സമ്മാനം കിട്ടിയ ആൾ, ഇങ്ങനെയുള്ള ചില ക്രെഡിറ്റുകളുള്ളതുകൊണ്ട് സാംസ്കാരിക വേദിയിൽ എനിക്ക് കൃത്യമായിട്ട് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ പറ്റും. ആ സമയത്ത് എൻ്റെ നാടക പ്രവർത്തനവും രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു സംഭവം മണിയൂരിനടുത്ത് പാലയാട് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായി. അവിടെ ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ ഒരു ജമ്മി, അയാൾ റേഷൻ കട നടത്തുന്ന ആൾ. അപ്പോൾ ഒരു ദിവസം അയാൾ റേഷൻ കട തുറന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും നാട്ടുകാർ എന്താ തുറക്കാത്തതെന്ന്. അപ്പോൾ ഇയാൾ നാട്ടുകാരോട് പറഞ്ഞ് എൻ്റെ പീടിയ എപ്പം തുറക്കണം, എപ്പം പൂട്ടണമെന്നല്ല ഞാൻ തീരുമാനിച്ചോളൂ, ചിലക്കാണ്ട് പോടാതെ. അപ്പോൾ ജനങ്ങൾ ഭയങ്കരമായി ക്ഷുഭിതരാകുകയും ഇയാളെ വീട് വളയുകയും ഇയാൾ വീട്ടിൽ സൂക്ഷിച്ച തോക്കെടുത്ത് ജനങ്ങൾക്ക് നേരെ വെടിവെക്കുകയും ഒക്കെ ചെയ്തു. അത് വലിയൊരു അനീതിയായി. ആ അനീതി നടന്ന സ്ഥലത്തേക്ക് ഈ സംഭവം നടന്ന് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ വിവരം അറിഞ്ഞ് മുക്കാളിൽ നിന്ന് ഈ പാലയാട്. അപ്പോൾ അവിടുത്തെ ജനങ്ങളോടെല്ലാം സംസാരിച്ച് അന്ന് ഉച്ചക്ക് 3 മണിയാകുമ്പോഴേക്കും ഞങ്ങളൊരു നാടകം പ്ലാൻ ചെയ്തു. നാടകത്തിന് സ്ക്രിപ്റ്റൊന്നുമില്ല. അഭിനയിക്കാൻ തയ്യാറായ കുറേ ആളോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക മാത്രമായി. അങ്ങനെ മണിയൂർക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ജനങ്ങൾക്ക് നേരെ വെടിവെച്ച ഈ ജമ്മിയുടെ ചരിത്രം ഒരു നാടക രൂപത്തിൽ അവതരിപ്പിക്കും. അത് അന്ന് അത് കണ്ട മണിയൂർക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അവർക്കറിയാവുന്ന ചരിത്രം തന്നെയാണത്. അപ്പോൾ അതിൽ അവസാനം ഈ ജമ്മീനെ എന്ത് ചെയ്യണം എന്ന് ജനങ്ങളുമായി ചർച്ച ചെയ്യുന്ന രീതിയിലാണ് നാടകം അവസാനിക്കുന്നത്. അപ്പോൾ അതോടുകൂടി ഈ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും നാടക പ്രവർത്തനവുമായിട്ട് പിന്നെ പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട്. പിന്നീട് എൻ്റെ അക്കാലത്ത് എഴുതിയ എല്ലാ നാടകവും രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അത് പ്രത്യക്ഷത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന നാടകങ്ങളായിരുന്നില്ല, മറിച്ച് അക്കാലത്ത് പലരും വിശേഷിപ്പിച്ചതുപോലെ കാവ്യാത്മകമായ ഒരു മാനം നാടകത്തിന് നൽകിക്കൊണ്ട് എൻ്റെ രാഷ്ട്രീയം പറയുന്നവയായിരുന്നു. അത് കേരളത്തിൽ ഉടനീളം സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അന്ന് പ്രേരണ എന്ന് പറഞ്ഞ സാംസ്കാരിക വേദിയുടെ ഒരു മുഖപത്രമുണ്ട്. അതിനന്ന് ഒരു 10-25,000 കോപ്പി സർക്കുലേഷൻ ഉണ്ട്. അതിൽ എൻ്റെ ഒരു നാടകം വന്നു, മരത്തവള എന്നുണ്ട്. അയ്യപ്പ പണിക്കരുടെ ഒരു കാർട്ടൂൺ കവിത എഴുതിയ നാടകരൂപമാണ്. പക്ഷേ അത് കൃത്യമായ എൻ്റെ പൊളിറ്റിക്സ് പറയുന്നൊരു നാടകമായിരുന്നു. പ്രത്യക്ഷത്തിൽ അത് രാജാവിൻ്റെ തലയിൽ ഒരു തവള കയറിയിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ അത് ആ കാലത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങളായിട്ട് വളരെയധികം പൊരുത്തപ്പെടുന്നുണ്ട്. കേരളത്തിലുടനീളം അത് കളിക്കുകയും പിന്നെ സാംസ്കാരിക വേദി ഒരു ജാഥ നടത്തി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. ആ ജാഥയിൽ ഈ നാടകം ഒരുപാട് പ്രാവശ്യം അത് അന്ന് ജോസ് ചിറമലാണ് ആ നാടകം സാംസ്കാരിക വേദിക്ക് വേണ്ടിയിട്ട് സംവിധാനം ചെയ്തത്. പിന്നീട് മരത്തവിള എന്ന നാടകം നിങ്ങളിൽ പലരും കണ്ടിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രഭാകരൻ്റെ ശക്തമായ രാഷ്ട്രീയ വീക്ഷണങ്ങളും പ്രകടിപ്പിച്ച വേറൊരു നാടകമാണ് തസ്കരൻ എന്ന പേരിൽ വടകരയിൽ ഒരു മത്സരത്തിൽ അവതരിപ്പിക്കപ്പെട്ട നാടകം. അത് നമ്മുടെ ഇടക വർഗത്തിൻ്റെ പോലീസ് സംവിധാനത്തിൻ്റെ ഒക്കെ ഉള്ളിലേക്ക് കടക്കുകയും ആളുകളെ സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന അതിശക്തമായ ഒരു നാടകമായിരുന്നു. മരത്തവള പോലെ തന്നെ ആളുകളെ ഒരു അലോസരപ്പെടുത്തിയ ഒരു നാടകമായിരുന്നു ഞാൻ ഈ പറയുന്ന തസ്കരൻ എന്ന നാടകം. അതിൻ്റെ ചില രംഗങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പോലീസുകാർ എന്നല്ല, എല്ലാ അധികാരികളും എങ്ങനെയാ പ്രത്യേക ചില സാഹചര്യങ്ങളിൽ ഈ വഴിതെറ്റി എന്നല്ല, അവരുടേതായ വഴിയിലേക്ക് എത്തിപ്പെടുന്ന
വേണമെന്ന് അനിച്ഛരായിട്ട് പോലും, ഇഷ്ടപ്പെടാതെ പോലും ആ സംവിധാനത്തിൻ്റെ ഭാഗമായി തീരുന്നതിൻ്റെ ഒരു ധർമ്മസങ്കടങ്ങളടക്കം ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു പ്രഭാകരൻ്റെ ഞാനീ പറയുന്ന തസ്കരൻ എന്ന നാടകം. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നാടകത്തിലെ പ്രതിഷേധിക്കാനുള്ള ഏറ്റവും നല്ല കലാരൂപമാണ് നാടകം, യാതൊരു സംശയവുമില്ല. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ തീവ്ര ഇടതുപക്ഷ കാഴ്ചപ്പാടുകൾ ഉള്ളപ്പോൾ തന്നെ ഈ നാടകത്തിൻ്റെ നാടകത്തിൻ്റെ പ്രത്യേകതകൾ, നാടകത്തിൻ്റെ കലാമൂല്യങ്ങൾ സൂക്ഷിക്കാൻ പ്രഭാകരന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് സാധിച്ചിട്ടുള്ളത്. ഇത് രണ്ടും സാധാരണ സാധിക്കുന്ന കാര്യമല്ല. ഒന്നുകിൽ ഒരു പ്രചരണത്തിലേക്ക് പോവുകയും നാടകത്തിൻ്റെ കലാപരമായ അംശങ്ങൾ വിട്ടുകളയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ മുമ്പിലൊക്കെ ഉള്ളത്. അതേസമയത്ത് പ്രഭാകരൻ ഇത് രണ്ടും മനോഹരമായി സമഞ്ജസമായി സംയോജിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെ സാധിച്ചു എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അത് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഒരു സാഹിത്യ പ്രവർത്തകനായിരുന്നു. നന്നായി വായിക്കുകയും അത്യാവശ്യം കഥകളും കവിതകളൊക്കെ എഴുതാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തതാണ്. പിന്നീട് എൻ്റെ ഈ ജയിൽ ജീവിത കാലത്ത് ജയിലിൽ വെച്ച് എനിക്ക് നല്ല ഒരു സഹതടവുകാരൊക്കെ, കുറേ നല്ല വായനക്കാരായ സഹതടവുകാരെ കിട്ടി. അതിൽ കെ വേണുണ്ട്, ഈയിടെ അന്തരിച്ച ദാമോദരൻ മാഷ് പയ്യോളി, പിന്നെ കൊയിലാണ്ടിയിലെ കുട്ടീഷ്ണൻ, അതുപോലെ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ ചർച്ചയിലൂടെയാണ് ആരോഗ്യകരമായ ഒരു സാഹിത്യ സമീപനം എന്നിലുണ്ടാകുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഏറ്റവും നന്നായി അറിയപ്പെട്ട നാടകങ്ങളിൽ 3 ഞാൻ എഴുതിയത് ജയിലിൽ വെച്ചാണ്. കൊറ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു തെയ്യാണ്, ഒരു നാടകീയ തെയ്യാണ്. അത് നാടക രൂപത്തിൽ എൻ്റെ അന്നത്തെ രാഷ്ട്രീയം പ്രകടമാക്കുന്ന രീതിയിൽ ജനങ്ങൾ ഈ തെയ്യങ്ങളെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വളർന്നു വരുന്ന ഒരു ഇതാണ്. അതിന് പുറമെ വിചാരണ തടവുകാരി എന്ന് പറയുന്ന ഒരു നാടകമാണ്. അത് എൻ്റെ നാട്ടിലെ ശ്മശാനത്തിൽ ഞാൻ കണ്ട ഒരു പേരാണ്. ബെർത്ത ജക്കർ ഹാഫ്നർ എന്ന് പറയുന്ന ഒരു സ്വിറ്റ്സർലാൻഡുകാരത്തി. അവരുടെ 21-ാം വയസ്സിൽ അവിടെ ആതുര ശുശ്രൂഷയായി വന്ന ഒരു സ്ത്രീയാണ്. അവർ മരിച്ചുപോവുകയും വളരെ ചെറിയ പ്രായത്തിൽ 21-ാമത്തെ വയസ്സിൽ അവിടെ വെച്ച് മരിക്കുകയും അവരുടെ സഹകുടീരം പിന്നീട് എത്രയോ കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ കാണുകയും ഞാൻ ഇവരെ പറ്റി ഇങ്ങനെ അന്വേഷിക്കുന്നു. അപ്പം അത് അവരെപ്പറ്റി ഉള്ള ഒരു ഇതെന്ന് വെച്ചാൽ അക്കാലത്ത് സ്വാതന്ത്ര്യ സമരം നടന്ന കാലത്ത് ഈ BM ഓർഫണേജും BM ഇതൊക്കെ ഒരു തടവറയായിരുന്നു. അന്ന് MSPക്കാരുടെ ക്യാമ്പായിരുന്നു സ്വാതന്ത്ര്യ സമര കാലത്ത്. അപ്പോൾ അവിടെ പിടിച്ചുകൊണ്ടുവരുന്ന സ്വാതന്ത്ര്യ സമര ഭടന്മാർക്ക് ഈ സ്ത്രീ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരുടെ മുറിവുകൾ ഉണക്കുകയും അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ അതിലെല്ലാം പരിഹരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ അവർ പെട്ടെന്ന് മരിച്ചു പോകാനുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീയെ പുതിയ കാലഘട്ടത്തിൽ എൻ്റെ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ജയിലിൽ ചാടിയ യുവാക്കളെ ശുശ്രൂഷിക്കുന്ന ഒരാളായി കൊണ്ടുവരികയും അത് ഇതുപോലെ പ്രേരണയിൽ തന്നെയാണെന്ന് ഞാൻ തോന്നുന്നത്. അതിൽ ബെർത്ത ജക്കർ ഹാഫ്നർ എന്നുള്ള ആ പേര് ഞാൻ മാറ്റിയിട്ട് വേറൊരു പേരിപ്പം പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല. ഒരു ക്രിസ്ത്യൻ അവിടുന്ന് ഈ ബെർത്ത ജക്കർ എന്നുള്ള ഐലിൻ അല്ല, അങ്ങനെ എന്തൊരു പേരാണ്. ഈ അവിടുത്തെ CSI ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനത്തെ പേരുകളാണ് ഉണ്ടാകുക. കല്യാണി മാധവൊക്കെ ആയിരിക്കും അവർ മുമ്പ്, പക്ഷേ കൺവെർട്ട് ചെയ്ത് ക്രിസ്ത്യാനി ആകുമ്പോഴത്തേക്ക് ആനിയും പിന്നെ സിസിലിയും ഒക്കെ ആവും. അപ്പോൾ ഈ കന്യാസ്ത്രീയുടെ ജീവിതം ആണ് ആ വിചാരണ തടവുകാരി എന്ന് പറയുന്ന നാടകം. അതും കേരളത്തിൽ നന്നായി സ്വീകരിക്കപ്പെട്ട ഒരു നാടകം. ഇത് സമയമായി എന്നാണ് ഇതിൻ്റെ സംഘാടകർ പറയുന്നത്. ശരിക്കും സമയമായി കഴിഞ്ഞതാനും. ഈ പരിപാടിയുടെ ഭാഗമായി ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു അവസരമുണ്ട്. ആർക്കെങ്കിലും അത്യാവശ്യമായ 1-2 ചോദ്യങ്ങൾ മാത്രം
ചോദിക്കാനുള്ള അവസരമാണ്. പ്രഭാരൻ കേൾക്കുന്നുണ്ടോ? പ്രഭാരൻ്റെ നാടകം പാഠപുസ്തകമായിട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഏത് നാടകമായിരുന്നു അത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ല, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാണ് അത്. അതെൻ്റെ നാടകത്തിൻ്റെ മഹത്വം കൊണ്ടാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ആ പാഠപുസ്തക കമ്മിറ്റിയിൽ എന്നോട് ഭയങ്കര ഇഷ്ടമുള്ള കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അത് ഈ ഘടികാരദിശ എന്ന് പറയുന്ന മാതൃഭൂമി പ്രസിദ്ധീകരിച്ചൊരു കളക്ഷൻ, അതും പിന്നെ രാത്രിയിലെ അവസാന യാത്രക്കാർ എന്ന മറ്റൊരു കളക്ഷനും. അത് അപ്പം സാധാരണഗതിയിൽ ഒരു യൂണിവേഴ്സിറ്റി പാഠപുസ്തകമാക്കിയാൽ എല്ലാവരും ധരിക്കുക എനിക്ക് ഭയങ്കരമായിട്ട് പൈസ കിട്ടിയിട്ടുണ്ടാവും, ഒരുപാട് പുസ്തകം ചിലവായിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ മലയാളം ഐച്ഛിക വിഷയമായി എടുത്ത് പഠിക്കുന്ന ആകെ 10-12 കുട്ടികളെ ഉണ്ടാവും. സാറ് ഈ തീവ്ര വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ജയിൽവാസത്തിന് ശേഷം കേരള ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ തീക്ഷ്ണമായ അനുഭവങ്ങൾ വെച്ചിട്ടുള്ള നാടകങ്ങൾ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യാതെ പോയി എന്നാണ് ഒരു ചോദ്യം. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഈ വിപ്ലവ പ്രവർത്തനത്തിന് ശേഷം പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വില്ലേജ് ഓഫീസറായിട്ട് പറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ബയോഡാറ്റ. പക്ഷെ അത് ഞാൻ വിപ്ലവ പ്രവർത്തനത്തിൽ അവസാനിപ്പിച്ച് ഗേൾ കോളേജ് അധ്യാപകനായി കുറേ കാലം ജീവിച്ച് ആ സമയത്ത് ഒരു PSC ടെസ്റ്റ് എഴുതി. അതിൽ എൻ്റെ റാങ്ക് കുറച്ച് മേലെയായി, 180 അത്രയെങ്ങാണ്. അത് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഗവർണർക്ക് വളരെ സന്തോഷം വന്നിട്ട് എന്നെ പിരിച്ചുവിടാനുള്ള നോട്ടീസ് തന്നു. പക്ഷേ ഞാൻ കോടതിയിൽ പോവുകയും ഒരു കേസിൽ വെറുതെ വിട്ട ഒരാളെ കളിയായിട്ട് പോലും അതിൻ്റെ പേരിൽ തമാശാക്കാൻ പോലും പാടില്ല എന്നുള്ള ഹൈക്കോടതിയിൽ നിന്നൊരു വിധി കിട്ടുകയും ഞാൻ സർവീസ് തുടരുകയും അന്ന് അങ്ങനെ ഒരു പിരിച്ചുവിടൽ നോട്ടീസ് എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ജോലി രാജിവെച്ചിട്ട് പോകുമായിരുന്നു, വേറെന്തെങ്കിലും ബൈക്കൊക്കെ പോകുമായിരുന്നു. പക്ഷേ എനിക്ക് അത് പിരിച്ചുവിടാനുള്ള ഒരു നോട്ടീസ് കിട്ടിയപ്പോൾ ഞാൻ ഈ സർവീസിൽ ഇന്ന് പെൻഷൻ പറ്റുമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഒരു തീരുമാനം എടുക്കുകയും അത് അവസാനം വരെ പാലിക്കുകയും ഒഞ്ചിയം വില്ലേജ് ഓഫീസറായിരുന്നു. എൻ്റെ തൊട്ടടുത്ത ഗ്രാമമാണ് ഒഞ്ചിയം. മാത്രമല്ല ഒഞ്ചിയത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം എല്ലാം അറിയുന്നതാണ്. ആ സ്ഥലത്ത് വില്ലേജ് ഓഫീസറായിട്ട് ഒരു വലിയ പരാതിയൊന്നും ഇല്ലാണ്ട് ഏതാണ്ട് 8-9 കൊല്ലം ഞാൻ അവിടുത്തെ വില്ലേജ് ഓഫീസറായിരുന്നു. അല്ലാണ്ട് അതിന് മുമ്പേ താലൂക്ക് ഓഫീസിലുണ്ടായിരുന്നു, വടകര താലൂക്ക് ഓഫീസിലുണ്ടായിരുന്നു. താങ്ക് യു സർ. ഈ സെഷന് നന്ദി രേഖപ്പെടുത്തുന്നത് ശ്രീ ETK ഇസ്മയിൽ. പ്രിയമുള്ളവരെ, കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ സമാപന ദിവസമായ ഇന്ന് വളരെ അർത്ഥഗാംഭീര്യമുള്ള ഒരു സെഷനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. തൻ്റെ നാടക ജീവിതത്തെ അനാവരണം ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ VK പ്രഭാകരൻ കുറച്ച് സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചു. നാടകത്തെപ്പറ്റി പറയുമ്പോൾ നാടിൻ്റെ അകം എന്ന് ഒരു വിവക്ഷ കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ തൻ്റെ നാടിൻ്റെ അകം തൻ്റെ അകമാക്കി മാറ്റി അതിനെ പുനഃപ്രകാശനം ചെയ്ത ഒരു നാടക വ്യക്തിത്വമാണ് ശ്രീ VK പ്രഭാകരൻ എന്ന് നമുക്ക് ഈ സെഷനിലൂടെ മനസ്സിലായി. നമ്മളോട് ഈ സമയം ചെലവഴിക്കാൻ സന്മനസ് കാണിച്ചതിന് സംഘാടക സമിതിക്ക് വേണ്ടി അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ സെഷൻ്റെ മോഡറേറ്ററായി പ്രവർത്തിച്ച ശ്രീ തയ്യുള്ളയിൽ രാജൻ അവർകൾക്കും നന്ദി അറിയിക്കുന്നു. ഈ സെഷനെ സ്വാഗതം പറഞ്ഞ അഡ്വക്കേറ്റ് കായക്കരാജനും സജീവമായി ഈ സെഷൻ വീക്ഷിച്ച ഇവിടെ ചേർന്ന എല്ലാ സഹൃദയർക്കും സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.